അങ്ങനെ ഞങ്ങൾ രാജസ്ഥാൻ താർ മരുഭൂമിയിൽ വന്നിരിക്കുകയാണ്. ഞാനുമുണ്ട്, എൻ്റെ പ്രിയ വൈഫുമുണ്ട്. ചുറ്റോട് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മരുഭൂമി 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 മരുഭൂമി. ഇതാ താഴെ വലിയൊരു കുഴി കാണാം. താഴെ എന്ത് വലിയൊരു കുഴിയാണെന്നറിയോ? മരുഭൂമിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയായി. അങ്ങ് ദൂരവേ കാണുന്ന മരുഭൂമി. മരുഭൂമിയിലെ ജീവിതം നമ്മൾ കാണുന്നത് പോലെ അത്ര സുഖകരമായതല്ല. ഒരു ടില്ല കഴിഞ്ഞാൽ ഇതാ താഴേക്ക് വലിയൊരു കുഴി. ആ കുഴി കണ്ടോ? അങ്ങ് ദൂരെ ഞങ്ങളുടെ ബോർഡറിൻ്റെ BOP കാണാൻ കഴിയും. വളരെ മനോഹരമായ ദൃശ്യമാണ്. ഹൗ ബ്യൂട്ടിഫുൾ! എല്ലാവരും പറയും ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ഇത് കാശ്മീരിലാണെന്ന്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ പറയും മരുഭൂമി ഒരു സ്വർഗമാണ്. എന്ത് മനോഹരം! പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ചപ്പോൾ എല്ലാത്തിനെയും മനോഹരമായി സൃഷ്ടിച്ചു. അവിടെ ഇവിടെയായി ചെറിയ ചെറിയ കുറ്റിക്കാടുകൾ കാണാൻ കഴിയും. വർണ്ണിക്കാൻ കഴിയാത്തതുപോലെ മനോഹരമാണ് നമ്മുടെ സ്വന്തം ഇന്ത്യയിലെ താർ മരുഭൂമി. താർ മരുഭൂമി. ഞങ്ങൾ നടന്ന് ഒത്തിരി ദൂരം വന്നു. ഇനി എന്തോരം പുറകോട്ട് പോകണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നോക്കിയാൽ നോക്കത്താത്ത ദൂരത്തോളം മരുഭൂമി. വണ്ടർഫുൾ, വണ്ടർഫുൾ. എത്ര മനോഹരം! അതാ അവിടെ 2 അതിഥി തൊഴിലാളികളല്ല, അവിടെ 2 ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടോ കുഴി കണ്ടോ?